2023 ക്രൈം ഡ്രാമ സിനിമയായിട്ട് ഇറങ്ങിയതായിരുന്നു ദ കേരള സ്റ്റോറി. സത്യത്തിൽ ഈ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കി. കാരണം നമ്മുടെ കേരളത്തെ വളരെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ, ഒരു പ്രൊപ്പഗണ്ടയായിട്ടുള്ള ഒരു മൂവിയായിരുന്നു ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ. ഏതാണ്ട് 33,000 വരുന്ന അന്യമത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ വിവാഹം ചെയ്ത് പല വിദേശ രാജ്യങ്ങളിലും തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന തരത്തിലായിരുന്നു ആ ഒരു സിനിമയുടെ ഒരു സ്റ്റോറി വന്നത്. ആ ഒരു സിനിമ റിലീസ് ചെയ്ത സമയത്തും സിനിമാ മേഖലയിലുള്ളവരും ചില പ്രത്യേക രാഷ്ട്രീയം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ഈ സിനിമയെ വാനോളം പുകഴ്ത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് പച്ചയ്ക്ക് വർഗീയത മാത്രം പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമയ്ക്ക് പിന്നീട് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങളൊക്കെ നമുക്കറിയാം. ദേശീയ പുരസ്കാരം വരെ നേടുന്ന ഒരു സാഹചര്യം ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായി. അത്രത്തോളം വലിയൊരു സിനിമ ആയിരുന്നു എന്നുള്ളതാണ് അവർ ഈ കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം ഇപ്പൊ വീണ്ടും റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് വ്യവസായമാണ്. സിനിമ എല്ലാവരും കണ്ട് ആസ്വദിക്കേണ്ട സിനിമകളാണ്. പക്ഷേ ഇത്തരം ചില സിനിമകൾ ചെയ്യുന്നത് ഇവിടുത്തെ ഈ മതസൗഹാർദ്ദം തകർക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ടൂളായിട്ട് ചില സംവിധായകരും ചില സിനിമയും മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്ന ഒരു മുളഞ്ഞ സിനിമ എടുത്തു വെച്ചിട്ടുള്ള രോമസിംഹൻ എന്ന് പറയുന്ന അലി അക്ബർ, പണ്ടത്തെ അലി അക്ബർ, അവൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരു തെമ്മാടിത്തരം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിൽ നിന്നും പണം വാങ്ങിച്ചിട്ട് ആ ഒരു പ്രൊപ്പഗണ്ട സിനിമ എടുത്തു വെച്ചിട്ട് അവസാനം അവരെ തന്നെ അടിച്ചണ്ണാക്കി കയറ്റി കൊടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഇത്തരം സിനിമകൾ ഒരിക്കലും നമ്മുടെ ജനങ്ങൾക്ക് ഒരു നല്ലൊരു സന്ദേശം നൽകുന്നതല്ല. കാരണം കുറച്ച് കള്ളങ്ങൾ പൊളിച്ചടുക്കിക്കൊണ്ട് നമ്മുടെ ഉണ്ണി വ്ളോഗ്സിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കണ്ടുനോക്കാം. ആദ്യമേ ഒരു ട്രിഗർ വാർണിംഗ് ഉണ്ട്. ഈ സിനിമ ഇറങ്ങിയിട്ട് വേണം എനിക്ക് ചിലരോടൊക്കെ ചിലത് പറയാൻ. എനിക്കിതൊക്കെ ഒന്ന് 4 പേരോട് ഞാൻ ഉള്ളിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത് എല്ലാവരും അറിയണം. നമ്മൾ ഇവരെയൊക്കെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കണം, പാകിസ്ഥാൻ ജാവോ എന്ന് പറയുന്ന ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങളെ ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒഴിവാക്കാവുന്നതാണ്. രാഷ്ട്രീയ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ബാക്കിയുള്ളവനെ ദ്രോഹിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പുറത്തിറങ്ങുന്ന സിനിമകളുടെ കൂട്ടത്തിൽ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഗംഭീര സിനിമ തന്നെയായിരുന്നു ദി കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ. ട്രൂ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആദ്യം ഒരു തള്ളി അവസാനം സുപ്രീം കോടതി ഇത് മുഴുവൻ ഫിക്ഷൻ ആണെന്ന് എഴുതി വെക്കണമെന്ന് പറയേണ്ടി വന്നു. അങ്ങനെ റിലീസായതിനു ശേഷം ഒരുപാട് വിവാദമുണ്ടായി. പക്ഷേ നിലവിലെ നമ്മുടെ ഭാരതീയ സാഹചര്യം അനുസരിച്ച് നാഷണൽ അവാർഡ് വരെ കൊടുത്ത് പുഷ്പിച്ച സിനിമ അതിൻ്റെ സെക്കൻഡ് പാർട്ട് റിലീസിന് തയ്യാറെടുക്കുകയാണ്. ദി കേരള സ്റ്റോറി 2. ഇതിൻ്റെ ഒരു ടീസർ വന്ന സമയത്ത് നല്ല രസമായിരുന്നു. 3 പെൺകുട്ടികൾ നമ്മൾ ഇനി വിട്ടുകൊടുക്കാൻ പാടില്ല, നമ്മൾ പോരടിക്കേണ്ട സമയമായി എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സിനിമയായിരുന്നു. അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട് ഗൈസ്. ട്രെയിലർ വന്നു എന്നുള്ളത് 8 മണിക്കൂറിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. 8 ദിക്കും പൊട്ടുമാർ ഉച്ചത്തിൽ ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടോ ഇതിൻ്റെ മേക്കേഴ്സ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മളിവിടെ ഇരുന്ന് ടെൻഷൻ അടിച്ചിട്ട് ഒന്നും കാര്യമില്ല. അവർക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അവരങ്ങനെ സിനിമകൾ ഇറക്കിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മുടെ വിയോജിപ്പുകൾ അതിപ്പോൾ ട്രോൾ ഭാഷയിലോ അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്ന് ശബ്ദമുയർത്തിക്കൊണ്ടോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അവസാനം സിനിമ റിലീസാവും. അവർ കുറച്ച് ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ട്. ആ ടാർഗറ്റഡ് ഓഡിയൻസ് മതി ഈ സിനിമ ലാഭത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നാഷണൽ അവാർഡ് കൊടുക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ വർഷം ഇറങ്ങുന്ന സിനിമകൾ ഇനിയിപ്പം ഇറക്കാൻ വെച്ചിട്ടുള്ള സിനിമകൾ ഉണ്ടെങ്കിൽ നാഷണൽ അവാർഡിന് നമുക്ക് അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ ഈ വർഷം ഇറക്കിയിട്ട് കാര്യമില്ല. മുഴുവൻ കൊണ്ടും ചിലപ്പോൾ 3 നടിമാരും ഇപ്രാവശ്യം ദേശീയ അവാർഡ് വാങ്ങാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ട്രെയിലർ കാണാം. ഇത്തവണത്തെ ട്രെയിലർ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും ട്രെയിലർ കണ്ടിട്ട് ബാക്കി പറയാം. ഇൻസ്പയർഡ് ബൈ മെനി ട്രൂ ഇവൻറ്റ്സ്. പക്ഷേ ഇവൻസിൻ്റെ ക്ലൈമാക്സ് ഇല്ല. 25 साल में അടുത്ത 25 एक इस्लामिक स्टेट होगा और पूरे भारत में शरिया लागू होगा. ये ब्याह इलीगल है. पॉक्सो केस है ये. 16 साल रही है वो. पेपर्स के हिसाब से आपकी छोरी 18 साल की है. 16 വയസ്സുള്ള മോളെ കൺവേർട്ട് ചെയ്തെടുത്തു. मम्मी पापा को बिना बताए हम कर ही रहे हैं शादी. अगर तुम्हें नहीं करनी शादी तो रुक जाते हैं, पर अगर हम पे भरोसा है तो कर लेते हैं. क्या आपको मोहम्मद फैजान से निकाह कबूल है? कबूल है. सुभान अल्लाह, मुबारक हो, मुबारक हो. और रिश्ते की बुनियादी धोखा हो गए. वो रिश्ते के लाने जिंदगी ना लुटा दें. माँ फैजान ऐसा नहीं. Let's start by living in. मैं कन्वर्ट नहीं होंगी. हाँ. और वैसे भी मैं इन सब चीजों में बिलीव नहीं करता. बच्चे तो होंगे ना, वो किस तरह तुमको फॉलो करेंगे? मेरा शरीर ऐसा नहीं. ഭയങ്കര हमारा काम है हिंदू लड़कियों को अपना बनाना. हमारे यहाँ ये सब नाच गाना हराम है. ये तो धोखा है. कोई लिबरल जर्नलिस्ट कहाँ गया जो रिलीजन में बिलीव ही नहीं करता था? हम कभी नास्तिक नहीं होते. सिर्फ तुम और सिर्फ लोग नास्तिक होते हो. एक पल के लाने भी तुमने हमसे प्यार करो कि नहीं करो? मेरी जिंदगी में नहीं तुझे
जीना सीख ले। हम यूनाइटेड नहीं है ना, इसी बात का फायदा उठा रहे हैं वो लोग। हमें आपसे कुछ नहीं चाहिए, बस एक आवाज, നമുക്കൊന്നിച്ച് നിന്ന് सपोर्ट। അവരെ പുറത്ത് വിടണം. ओके मर जाऊंगी लेकिन बीफ नहीं खाऊंगी। കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടിയല്ലേ അത്? ഈശ്വര. अम्मी हमें 3 लड़कियां और लानी है। अब की बार ऊंची जात की लड़की लाए और बामन की लड़की के 12 लाख मिलता है। मुझे लड़की इसको जो खर्च कर रहा है उसका तुम्हें याद नहीं का वसूली कर वो। എൻ്റെ അമ്മേ, നിങ്ങളുടെ പെൺമക്കൾ അടുത്ത ഇരയാകും മുമ്പ് 27-ാം തീയതി സിനിമ കണ്ട് വിജയിപ്പിക്കൂ. മുസ്ലിങ്ങളെ നമുക്ക് ഓടിക്കണം. അടുത്ത 25 വർഷത്തിനുള്ളിൽ ഇന്ത്യയെ ഒരു മുസ്ലിം രാജ്യമാക്കി മാറ്റി ശരീഅത്ത് ലോ കൊണ്ടുവരണം എന്ന് ഇവർ വാദിക്കുന്ന പോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡിൽ വേറെ കുറച്ച് ആളുകൾ 100 വർഷത്തിനുള്ളിൽ ഇന്ത്യയെ നമ്മളൊരു ഹിന്ദു രാജ്യമാക്കി മാറ്റുമെന്നും ഇതിലെ നിയമങ്ങളൊക്കെ നമ്മൾ മനുസ്മൃതിയൊക്കെ പോലെയുള്ള ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാക്കുമെന്ന് പറയുന്ന വേറൊരു വിഭാഗമുള്ളത്. ഇത് തീവ്രവാദി പരിപാടിയാണെങ്കിൽ അതും തീവ്രവാദി പരിപാടി തന്നെയാണ്. രണ്ട് കൂട്ടരും ചെയ്യുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മതേതര രാഷ്ട്രത്തെ ഒരു മതത്തിൻ്റെ രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമമാണ്. പക്ഷേ ഒരു കൂട്ടർ മാത്രമാണ് ഇപ്പോൾ അവരെ നമ്മളിപ്പോൾ പുറത്താക്കണം. അവരുണ്ടല്ലോ കംപ്ലീറ്റ്. അതിൽ ഇവർ ഉപയോഗിച്ചേക്കുന്ന ആ ഡയലോഗൊക്കെ ശ്രദ്ധിച്ചോ? ഞാൻ പ്രേമിച്ചിട്ടുള്ള ആൾ, അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഈ പെൺകുട്ടികൾ സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ പ്രേമിച്ചിട്ടുള്ള മുസ്ലിം യുവാവ് എന്ന് പറയുന്നത് അവൻ എന്നെ കൺവേർട്ട് ചെയ്യില്ല, അവൻ എന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കില്ല, അവൻ എൻ്റെ ജീവിതം നശിപ്പിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആൾ. ഇതെന്താണെന്നറിയോ? ഓരോ ആൾക്കാരും അവരാരെയാണോ ഇഷ്ടപ്പെടുന്നത്, സ്നേഹിക്കുന്നത്, അവരെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും. അത് വെച്ചിട്ട് ഇയാൾ അങ്ങനെയല്ല എന്ന് പറയുന്നൊരു തോന്നലുണ്ടാവും. എല്ലാവരും ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ആദ്യം പറയുന്ന ഡയലോഗാണ്. അതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഭയങ്കര ബ്രില്യൻറ്റ് മൂവ് തന്നെയാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 2023 ഇറങ്ങിയിട്ടുള്ള ട്രൂ കേരള സ്റ്റോറി എന്ന ഈ ഒരു സിനിമ പിന്നീട് നമ്മൾ കണ്ടത് എന്തായിരുന്നു? പച്ചക്കള്ളവും അപരമത വിദ്വേഷവും പരത്തുന്ന തരത്തിലുള്ള ഈ ഒരു മൂഞ്ചിയ സിനിമ റിലീസ് ചെയ്ത സമയത്ത് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ അപ്പാടെ ആ സിനിമയെ കൈയൊഴിഞ്ഞതാണല്ലേ. ഇപ്പോൾ ദേ വീണ്ടും രണ്ടാമതൊരു പ്രൊപ്പഗൻഡയായിട്ട് ദ കേരള സ്റ്റോറി 2 എന്നും പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്. സത്യത്തിൽ ഈ സിനിമ വല്ല തമിഴ്നാട്ടിലെങ്ങാണോ ആയിരുന്നു ഇറങ്ങുന്നതെങ്കിൽ സ്റ്റാലിൻ എന്ന് പറഞ്ഞ ആ നട്ടലുള്ള ആ ആൺകുട്ടിയില്ലേ എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞാനായിരുന്നു. ഇത് കേരളത്തിൽ നടക്കുന്ന സ്റ്റോറി ആയിട്ടാണല്ലോ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ കാണിക്കുന്നത്. കാരണം ഇത് ഈ സിനിമയ്ക്ക് അതുപോലെ പ്രധാനപ്പെട്ട 2-3 സംഭവങ്ങൾ പറയുന്നുണ്ട്. അതായത് ബീഫ് തിന്നത്തില്ല, അപ്പോൾ ആ ബീഫ് തിന്നാത്ത കുട്ടിയുടെ വായിലേക്ക് ബീഫ് കുത്തി തരുന്നത് എവിടെ? നമ്മുടെ കേരളത്തിലാണ്. സത്യം പറഞ്ഞാണല്ലോ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പിടിവിട്ടു. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവിടെ ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിക്കുന്ന വളരെ സൗഹാർദ്ദത്തോടു കഴിയുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. ഈ കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഇത്തരം സിനിമകളൊക്കെ നമ്മൾ ചവറ്റുകൊട്ടയിൽ തന്നെ ഇടണം. അതിൻ്റെ സ്ഥാനം ആ ചവറ്റുകൊട്ടയിലാണ്. എന്താണെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് വിശദമായിട്ടുള്ള വാർത്തകളായിട്ടൊക്കെ നമുക്ക് പിന്നീട് കാണാം. അടുത്തൊരു വീഡിയോയിൽ